സോ ഹേ എവരിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹ്യൂമെയിൻ. സൂര്യ 44 ആൻഡ് നമ്മുടെ എമ്പുരാൻ, അതുപോലെ തന്നെ കാഞ്ചന 4, ഇതിനൊക്കെ പറ്റിയാണ് ഇന്നത്തെ അപ്ഡേറ്റ്. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. സൂര്യ 44 കാർത്തിക് സുബ്രാജാൻ്റെ സൂര്യ കോംബോയിൽ ഒരുങ്ങുന്ന സൂര്യയുടെ 44ാമത്തെ പടമാണ് സൂര്യ 44. സോ ഇതിൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ സൂര്യ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. എല്ലാവരും കാര്യം എനിക്കറിയില്ല, ബട്ട് എനിക്ക് ആ ഗ്ലിംസ് വീഡിയോ അത്യാവശ്യം വർക്കായിട്ടുണ്ട്. സോ ഒരു 90s 80s ഔട്ട്ഫിറ്റിലാണ് സൂര്യ ഈ പടത്തിലേക്ക് വരുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയണ്ടല്ലോ, പുള്ളി ഏത് ലുക്കിൽ വന്നാലും പുള്ളി പൊളിയാണ്. ലൈക്ക് 90s 80s അങ്ങനെ ഒരു വ്യത്യാസമില്ല, പുള്ളിക്ക് ഏത് ലുക്കും ഏത് ഔട്ട്ഫിറ്റും പുള്ളിക്ക് നൈസായിരിക്കും. അപ്പോൾ ഇനി പടത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. സോ കാർത്തിക് സുബ്രാജാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ കാർത്തിക് സുബ്രാജിനെ പറ്റി പറയാൻ നേരത്തെ ഒരു പ്രോമിസിങ് ഡയറക്ടറാണ്, കുറേ ഹിറ്റുകൾ വന്നിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഒരേ ടെംപ്ലേറ്റ്, ലൈക്ക് ഒരു ഗാങ്സ്റ്റർ ടെംപ്ലേറ്റ് തന്നെയാണ് ഈ പടത്തിനും പിടിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. ബട്ട് വി ഡോണ്ട് നോ ഇതൊരു ഫുള്ളി ഗാങ്സ്റ്റർ പടമായിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എലമെൻസിൽ ആഡ് ആകുമെന്നും അറിയത്തില്ല. ബട്ട് കുറച്ച് നാളത്തെ കാർത്തിക് സുബ്രാജിൻ്റെ പടത്തിൻ്റെ ടെംപ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ലൈക്ക് ജഗമേ തന്ത്രം, ജിഗർതണ്ഡ ഡബിൾ എക്സ് മഹാൻ, ഇതുപോലത്തെ പടമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഗാങ്സ്റ്റർ ടച്ച് ഉണ്ട്. ആൻഡ് സൂര്യ 44ൻ്റെ ടൈറ്റിൽ ഇതുവരെയായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. സോ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നത് ജൂണിലായിരിക്കുമെന്ന് ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ജൂലൈയിൽ വരുന്നും റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ സൂര്യ 44ൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് ആൻഡമാനാണ്. ഒരു ഹൈ ഒക്ടൈൻ ആക്ഷൻ സീക്വൻസ് ആണ് അവിടെ എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സൂര്യ 44ൻ്റെ കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് ജയറാം, ജോജോ ജോർജ്, അതുപോലെ തന്നെ നായികയായിട്ട് പൂജ ഹെഡ്ജയാണ് ഈ പടത്തിലേക്ക് വരുന്നത്. സോ സിറപ്പാണ് സംഭവങ്ങൾ. ഇനിമേത പാക്ക പോറക്കണ്ണ ഖുറേഷി എബ്രാമിനൊപ്പം ഇനി അൻപ് എന്നാന്ന് മനസ്സിലായില്ലേ? അതായത് എമ്പുരാനിലേക്ക് ഇപ്പോൾ പുതിയൊരു കാസ്റ്റിംഗ് വന്നിരിക്കുകയാണ്. സോ എമ്പുരാനിലേക്ക് തമിഴ് യുവതാരമായിട്ടുള്ള നമ്മുടെ അൻപ്, അതായത് എൽസിൻ്റെ സ്വന്തം അർജുൻ ദാസ് ആഡ് ആയിട്ടുണ്ട്. സോ എമ്പുരാനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ്, അതായത് മലയാളത്തിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് പടമായിട്ടുള്ള ഒരു ഫിലിമാണ് ലാലേട്ടൻ്റെ എമ്പുരാൻ. സോ അതിലേക്കൊരു നൈസ് കാസ്റ്റിംഗ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കാഞ്ചന ഹൊറർ ഫിലിംസ് ലിസ്റ്റിൽ അത്യാവശ്യം നൈസ് പടം, അതായത് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ഒരു നൈസ് പടമാണ് കാഞ്ചന. ബട്ട് അതിൻ്റെ ഫ്രാഞ്ചൈസിൽ വന്ന കാഞ്ചന 2, കാഞ്ചന 3 വൺ വെറുപ്പിക്കലായിരുന്നു. ബട്ട് ഇപ്പോൾ ആ ഫ്രാഞ്ചൈസിൽ വരുന്ന നെക്സ്റ്റ് പടമാണ്, അതായത് 4th പാർട്ട് വരിക. ആൻഡ് കാഞ്ചന 4ൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആവാൻ പോകുന്നത് സെപ്റ്റംബറിലായിരിക്കും. ആൻഡ് ഈ പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതും പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതും അഭിനയിക്കാൻ പോകുന്നതും രാഘവ ലോറൻസ് തന്നെയാണ്. സോ സന്തോഷ് പണ്ഡിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നത് രാഘവ ലോറൻസ് ആണ്. വിക്രമിൻ്റെ ഒരു വിൻറ്റേജ് ലുക്കിൽ വരുന്ന പടമാണ് വീരധീരസൂരൻ. സോ ഡയറക്ടർ എസ് അരുൺകുമാർ ഈ പടത്തിനെ പറ്റി റിവീൽ ചെയ്തിരിക്കുന്നത്. ഈ പടത്തിൻ്റെ 20 തൊട്ട് 30% ഷൂട്ടിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ആക്ഷൻ ത്രില്ലർ, അതുപോലെ തന്നെ ഒരു ഡ്രാമ ഇമോഷൻ കോമ്പിനേഷനിൽ വരുന്ന പടമാണ്. സോ വിക്രത്തിൻ്റെ പഴയ ലുക്കിലാണ് ഈ പടത്തിലേക്ക് വിക്രം വരുന്നത്. ഗുഡ് ബാഡ് അഗ്ലി, അതായത് അജിത്ത് നായകനായിട്ട് എത്തുന്ന പടമാണ് ഗുഡ് ബാഡ് അഗ്ലി. സോ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതൊരു പൊളപ്പൻ മാസ് ഫോക്ക് സോങ്ങോട് കൂടിയാണ് ഫസ്റ്റ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ഷെഡ്യൂൾസൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യക്ക് പുറത്താണ്. സോ പടം ഒരു ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റഫായിരിക്കും. സോ ഒരു കംപ്ലീറ്റ് ഫാൻ ബോയ് സംഭവമാണ് വരാനിരിക്കുന്നത്.